നീറ്റ് 2025 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു എക്സാം ആയിരിക്കണം. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രീം ചെയ്തൊരു കോളേജിലേക്ക് എത്താനുള്ള ഒരു സമയം തന്നെയാണ്. ഹലോ ഹായ് നീറ്റ് ആസ്പിറൻസ്, ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ടു DNA ലേണിംഗ്. എൻ്റെ പേര് അഫ്ര മുജീബ്. ഞാൻ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ഞാനൊരു മെഡിക്കോ ആണ്. ഇപ്പം പണ്ട് ഞാനൊരു സ്ട്രഗ്ലിംഗ് നീറ്റ് ആസ്പിറൻ്റ് ആയിരുന്നു. നിങ്ങൾ ഇനി ഉള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു 4 അഡ്വൈസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഹാപ്പി വാച്ചിങ്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ചില ആൾക്കാർ ചിലപ്പം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ട്രാക്കിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനിയുള്ളൊരു സമയം നിങ്ങൾക്ക് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ തോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, എനിക്ക് ആ 600 അബവ് ഒന്നും മാർക്ക് കയറുന്നില്ല, ഇപ്പോഴും 500 റേഞ്ചിലാണ്, 400 റേഞ്ചിലാണ് എന്നുള്ളത് നിങ്ങളോട് എനിക്ക് ആദ്യമായിട്ട് തരാനുള്ള അഡ്വൈസ്. മീൻസ് ഞാനൊരു നീറ്റ് ആസ്പിറൻ്റ് ആയപ്പം എന്നോട് ആരെങ്കിലും പറഞ്ഞു തരേണ്ട ഒരു കാര്യമായിരുന്നു, ഡു നോട്ട് ഗിവ് അപ്പ് റൈറ്റ് നൗ. ഇപ്പോൾ ഗിവ് അപ്പ് ചെയ്യാനുള്ള സമയമല്ല. നിങ്ങൾ ഓൾറെഡി കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടാവും, നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ഡ്രീമും ഉണ്ടാവും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാനുള്ള സമയമല്ല. നിങ്ങൾ സ്ട്രെസ് അടിച്ച് അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് നിങ്ങൾ നെഗറ്റീവ് എനർജി ഉള്ളിലേക്ക് കയറ്റി നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഇനിയുള്ള ദിവസങ്ങളാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക, മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കുക, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്താൻ ഇനി കുറച്ച് സമയം കൂടെയുള്ള. മെയിലാണ് നമുക്ക് എക്സാം വരുന്നത്. ഇപ്പം നീറ്റ് 2025 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു എക്സാം ആയിരിക്കണം. നിങ്ങൾ എഴുതാൻ പോകുന്ന, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്ന, നിങ്ങൾ വിചാരിച്ചൊരു കോളേജിൽ കയറാൻ പറ്റുന്ന ഒരു എക്സാം തന്നെ ആവണം. ബട്ട് ഡു നോട്ട് ഗിവ് അപ്പ് റൈറ്റ് നൗ. ഒരു നീറ്റ് ആസ്പിറന്റിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡ് അഡ്വൈസ് എന്താണെന്നറിയോ? നിങ്ങൾ ഓൾറെഡി തിയറി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് കുറേ ബാക്ക്ലോഗ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് തീരെ അറിയാത്ത ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ചിലപ്പോൾ ഫോർവേഡ് സ്പീഡിലൊക്കെ ഇട്ട് കാണുക. നന്നായിട്ട് അറിയുന്ന ചാപ്റ്റേഴ്സ് ആണെങ്കിൽ വീണ്ടും അതിൻ്റെ കോൺസെപ്റ്റ് വായിച്ച് നിങ്ങൾ സമയം കളയാനിരിക്കരുത്. ഒരിക്കലും നീറ്റ് എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ചാപ്റ്റർ പഠിച്ചിട്ട് പോകാൻ കഴിയില്ല. നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത് ഒരു 30 ഇയേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. അതൊരു 3-4 പ്രാവശ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 600 അബവ് 650 അബവ് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നിങ്ങൾ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ. കാരണം തിയറി നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും, വീണ്ടും നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്ത് ഒരിക്കലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആവട്ടെ, പുതിയ JEE ലെവൽ ക്വസ്റ്റ്യൻസ് ആവട്ടെ, ഏത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ തീർക്കാൻ പറ്റുന്ന ലെവലായിരിക്കണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടൈം നിങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കണം. 30 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 30 മിനിറ്റ് ടൈം വെച്ചിട്ട് അലാറം വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിന് കൂടെ തന്നെ OMR ഷീറ്റും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാമല്ലോ, നീറ്റിൻ്റെ സമയത്ത് OMR ഷീറ്റാണ്. നമ്മൾ അവിടെ സ്ട്രെസ്സിലും ടെൻഷനിലും ഒരു പക്ഷേ ബബിൾ ചെയ്ത് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് തിയറി കോൺസെപ്റ്റ്സിൻ്റെ മുകളിൽ കുറേ നേരം ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നോക്കുക. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നീറ്റ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് അല്ലേ? ഓൾമോസ്റ്റ് 80 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത് ഇനി 2025 വേണ്ടിയിട്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു 96 ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സിലബസ് കുറച്ചിട്ടുണ്ട്, നിങ്ങൾ കുറേ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3rd അഡ്വൈസ്, റിവിഷൻ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാം, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഇക്വേഷൻ ബുക്കും ഷോർട്ട് നോട്ടൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ, അത് ഇനി ഡെയിലി എടുത്ത് റിവൈസ് ചെയ്യണം. രാവിലെ എപ്പോഴും ഈ എഴുതി വെച്ച ബുക്കുകൾ റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. റിവിഷൻ നടത്തുമ്പോൾ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ വിട്ടുപോയ കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർമ്മയില്ലാത്ത കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ വീണ്ടും ഓർമ്മ വരും കേട്ടോ. അപ്പോൾ ഡെയിലി നിങ്ങളൊരു റുട്ടീൻ ഉണ്ടാക്കുമ്പം അതിലുള്ളൊരു 30 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ റിവിഷന് വേണ്ടി വെക്കണം. ഒരു റിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ മാത്രം റിവൈസ് ചെയ്യലല്ല, ഇക്വേഷൻ ബുക്ക് എടുത്തിട്ട് ഒരു 10 ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നല്ല, നമ്മുടെ ഇക്വേഷനില്ലേ ഓൾറെഡി നിങ്ങൾ വിചാരിച്ച ക്വസ്റ്റ്യൻസിന് ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ഇക്വേഷൻസ് ഒക്കെ ഒരു 10 മിനിറ്റിനുള്ളിലോ അല്ലെങ്കിൽ 30 മിനിറ്റിനുള്ളിലൊക്കെ റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. ഇത് നിങ്ങളുടെ മാർക്കിനെ ശരിക്കും ഒരു ലെവലിലേക്ക് മാറ്റും കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 500 400 റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങൾ എവിടെയാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ 400 500 നിന്ന് നിങ്ങൾ 600 അബവ് എത്തണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിവിഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ റിവിഷൻ എന്തായാലും നിങ്ങൾ ഡെയിലി ചെയ്യാൻ വേണ്ടി നോക്കണം. ഞാനിപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്ടിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. പണ്ട് ഞാനൊരു നീറ്റ് ആസ്പിറൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ചുറ്റുള്ള ഒരു കാര്യവും, മീൻസ് എൻ്റെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത്, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയുന്നുണ്ടായില്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു 4th അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചുറ്റും പല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് സ്ട്രെസ്സ് തരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ നോക്കുക. ഇൻസ്റ്റഗ്രാം ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടാവും, യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. കുറേ നേരം റീൽസിലും ഷോർട്സിലും ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട്
ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രീം ചെയ്തൊരു കോളേജിലേക്ക് എത്താനുള്ള ഒരു സമയം തന്നെയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾക്കറിയാം HMP വൈറസ് പടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓക്കെ വൈറസ് വന്നിട്ടുണ്ട്, അപ്പോൾ ഇനി ലോക്ക്ഡൗൺ ആവാൻ മതി, ക്വാറന്റൈൻ സോണൊക്കെ ആവാൻ മതി, ഇനി എക്സാം ഒക്കെ മാറ്റി വെക്കും എന്നുള്ളത്. ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. അറ്റ് ദ മൊമെന്റ് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. എക്സാം മാറ്റി വെക്കുക, എക്സാമിൻ്റെ പാറ്റേൺ ചേഞ്ച് ചെയ്യുക, എന്തും ആയിക്കോട്ടെ, റാങ്ക് ലിസ്റ്റ് മാറിക്കോട്ടെ, എന്ത് വേണത്. പക്ഷെ നിങ്ങളുടെ ആകെയുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾക്കുള്ള സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ, അത് മാത്രമാണ് നിങ്ങളെ ബാധിക്കുന്ന കാര്യം. അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ബാക്കി ഫ്യൂച്ചർ എന്താവും എന്നുള്ളത് ചിന്തിക്കാൻ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് എത്രത്തോളം ചിന്തിക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രെസ് കൂടെയുള്ളൂ. പിന്നെ നിങ്ങൾ ഒരു പക്ഷേ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ മാറ്റി വെച്ച് ഇനിയും ടൈം ഉണ്ടാവുമല്ലോ, ലോക്ക്ഡൗൺ ഒക്കെ വന്ന് ഇനിയും ടൈം ഉണ്ടാവുമല്ലോ എന്നൊക്കെ നിങ്ങൾ ആയിരിക്കും. അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ നിങ്ങളുടെ ഹെൽത്തും നിങ്ങൾ നോക്കാൻ നിൽക്കണം കേട്ടോ. നിങ്ങളെ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ആയാലും മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഈ ഒരു 4 അഡ്വൈസാണ് എനിക്ക് നിങ്ങളോട് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് എന്ന നിലക്കും പണ്ടൊരു നീറ്റ് ആസ്പിരൻ്റ് എന്ന നിലക്കും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് എത്താൻ വേണ്ടി നോക്കുക. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ നീറ്റിൻ്റെ കമ്മ്യൂണിറ്റി ചാനൽ ഉണ്ട്, DNA ലേണിങ്ങിൻ്റെ നീറ്റ് കമ്മ്യൂണിറ്റി ചാനൽ, ലിങ്ക് താഴത്ത് കൊടുക്കാം. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ടും നിങ്ങൾക്ക് മോട്ടിവേഷനും കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. സോ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക, ലിങ്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട്.